ഹലോ മകളെ, നമ്മുടെ +2 സുവോളജിയിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും. സോ ഈ 2 ചാപ്റ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡു ദ ഫോളോയിങ് ഈവൻറ്റ്സ് ഒക്കേഴ്സ്? അപ്പൊ താഴെ തന്നിരിക്കുന്ന ഈവന്റുകൾ നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ സിസ്റ്റത്തിൽ എവിടെയാണ് നടക്കുന്നത് എന്നാണ് ചോദ്യം. ഒന്നാമത്തേത് ഫെർട്ടിലൈസേഷൻ ആണ്. എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് നമ്മുടെ ആംപുലറി റീജിയനിലാണ്. സോ ദ ആൻസർ ഈസ് ആംപുലറി റീജിയൻ. ഓക്കെ, സോ ആംപുലറി റീജിയനിലാണ് നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഈവന്റ് നടക്കുന്നത് ആംപുലറി റീജിയനിലാണ്, മറക്കരുത്. സോ ദാറ്റ് ഈസ് ദി ആൻസർ, ആംപുലറി റീജിയൻ. നെക്സ്റ്റ്, ഇംപ്ലാന്റേഷൻ നടക്കുന്നത് എവിടെ എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവിടെയാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്? ഇംപ്ലാന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രവുമായി ചേരുന്ന പ്രോസസ് ആണ് അല്ലെ. അപ്പോൾ അത് നടക്കുന്നത് എവിടെയായിരിക്കും? യൂട്രസിലായിരിക്കും. സോ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി യൂട്രസ്. യൂട്രസിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ഒരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഡയഗ്രാം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഡയഗ്രാം ഓഫ് ദി ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ എ ആൻഡ് ബി. എയും ബിയും എന്താണ്? ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എ എന്ന് പറയുന്ന അതിന്റെ ഔട്ടർ ലെയർ ആണ്, വിച്ച് ഈസ് കോൾഡ് ട്രോഫോബ്ലാസ്റ്റ്. ആൻഡ് ബി എന്ന് പറയുന്നത് ഇന്നർ സെൽ മാസ് ആണ്. ഇന്നർ സെൽ മാസ് ഓർത്തിരിക്കുക. ട്രോഫോബ്ലാസ്റ്റ് ആണ് നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇന്നർ സെൽ മാസ് ആണ് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽ ഡെവലപ്ഡ് ബൈ CDRI, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഫീമെയിൽ കോൺട്രാസെപ്റ്റീവ് ഉണ്ട്. അതിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അത് സഹേലി. അതെ, കൂട്ടുകാരി എന്നർത്ഥം വരുന്ന സഹേലി എന്നതാണ് അതിന്റെ പേര്. നമുക്കറിയാം നോൺ സ്റ്റീറോയിഡൽ കോമ്പോസിഷൻ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. സൈഡ് ഇഫക്റ്റ് ഇല്ല എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വൺസ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നതാണ് സഹേലിയുടെ പ്രത്യേകത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 വേർഡ്സ് ആൻഡ് ഫില്ലിംഗ് ദ മിസ്സിംഗ് വേർഡ്. ഓക്കെ, പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ മെയിൽസ് ടെസ്റ്റിസ് ആണെങ്കിൽ പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ഫീമെയിൽ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ വരേണ്ടത്. അതൊരു മിസ്സായി കിടക്കുകയാണ് അവിടെ. സോ നമുക്ക് അവിടെ ആൻസർ എഴുതാം. പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ഫീമെയിൽ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഫീമെയിലിലെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓവറി. ഓക്കെ, അടുത്ത ലേഡിക് സെല്ലുകൾ ആൻഡ്രോജൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ മാറി കിടപ്പുണ്ട് കേട്ടോ. അത് ഇവിടെ വരേണ്ടത്. ഓക്കെ, നോ ഇഷ്യൂസ്. ഓക്കെ, ലേഡിക് സെല്ലുകൾ ആൻഡ്രോജൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കോർപ്പസ് ലൂട്ടിയം എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആൻസർ പ്രൊജസ്റ്ററോൺ എന്നാണ്. ഓക്കെ, പ്രൊജസ്റ്ററോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറക്കരുത് മക്കളെ, ലേഡിക് സെല്ലുകൾ ആൻഡ്രോജൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിഫ്റ്റിന്റെ ഫുൾ ഫോം എന്താണ്? ICSIയുടെ ഫുൾ ഫോം എന്താണ്? സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ICSI എന്ന് പറയുന്നത് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് sperm injection. ഓക്കെ, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ, അതാണ് ICSI എന്ന് പറയുന്നത്. സോ ICSIയുടെ ഫുൾ ഫോം ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ഷോർട്ട് ഫോമും ഫുൾ ഫോമും പഠിക്കാനുള്ള ചാപ്റ്റർ ആണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം എഴുതി വെച്ച് ഫുൾ ഫോംസ് പഠിക്കുക കേട്ടോ. അടുത്ത ചാപ്റ്റർ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. വൺ ഓഫ് യുവർ നെയ്ബർ ഈസ് സഫറിംഗ് ഫ്രം ഇച്ചിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, സ്ലൈറ്റ് പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഇൻ ദ ജെനിറ്റൽ റീജിയൻ. വാട്ട് ഡു യു തിങ്ക് ഈസ് ദ ഡിസീസ് ഹി ഈസ് സഫറിംഗ് ഫ്രം? അപ്പോ ഒരാൾക്ക് ചെറിയ ചൊറിച്ചിലുണ്ട്, അതുപോലെ ചെറിയ ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഉണ്ട്, ചെറിയ വേദനയുണ്ട്. അപ്പൊ അയാൾക്ക് ഏത് അസുഖമായിരിക്കും ഉണ്ടാകാൻ സാധ്യത? ജെനിറ്റൽ ഏരിയയിലാണ് ഇതെല്ലാം കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഉണ്ടാകാൻ സാധ്യത STI ആണ്, ദാറ്റ് ഈസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിന്റെ ജനറൽ സിംറ്റംസ് ആണ് അയാൾ കാണിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് മെഷേഴ്സ് ആർ ടു ബി ടേക്കൺ ടു പ്രിവെന്റ് സച്ച് ഡിസീസസ്? നമുക്കറിയാം നമ്മുടെ ജെനിറ്റൽ ഹെർബ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും ഒഴികെ ബാക്കിയെല്ലാം ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ്. ലൈക്ക് ഗൊണേറിയ, സിഫിലിസ്, അതൊക്കെ നമുക്ക് രോഗം വന്നാലും ക്ലാമിഡിയാസിസ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാൻ നോക്കുക എന്നതാണ്. സോ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ അവിടെ ആ പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന്
അൺനോൺ ആയിട്ടുള്ളവരായിട്ടും അൺനോൺ പാർട്ട്നേഴ്സും ആൾക്കാരുമായിട്ടും അതുപോലെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഒന്നിലധികം ആൾക്കാരുമായിട്ടും സെക്ഷൽ കോൺടാക്റ്റിൽ ഏർപ്പെടാതിരിക്കുക. യൂസ് കോണ്ടംസ് ഡ്യൂറിങ് കോയിറ്റസ്. ഓക്കെ, എപ്പോ കോയിറ്റസിൽ ഏർപ്പെട്ടാലും കോണ്ടംസ് യൂസ് ചെയ്യുക. മൂന്നാമത്തത്, എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്വാളിഫൈഡ് ഡോക്ടറിനെ പോയി കാണിക്കുക. സോ ഇതാണ് അതിന്റെ മെഷേഴ്സ് എന്ന് പറയുന്നത്. വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മെഷേഴ്സ് ഇതൊക്കെയാണ്. Next question. A wide range of contraceptive methods are presently available. Name 2 surgical methods advised for male and female partner as a terminal method to prevent any more pregnancies. അപ്പോൾ പ്രഗ്നന്റ് ആകാതിരിക്കാൻ വേണ്ടി, ഇനി കൂടുതൽ പ്രഗ്നൻസി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു അറ്റകൈ പ്രയോഗം, ഒരു സർജിക്കൽ മെത്തേഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മെയിലിന് ചെയ്യുന്ന മെത്തേഡ്, ഫീമെയിലിന് ചെയ്യുന്ന മെത്തേഡുമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മെയിലിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് വാസെക്ടമി ആണ്. അവിടെ നമ്മൾ നമ്മുടെ എന്താ വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്ത് ടൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇടയ്ക്ക് ഇറങ്ങിയ മമ്മൂട്ടിയുടെ ആ ഒരു സിനിമയിലും വസക്ടമി എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നതായിട്ട് ചിലപ്പോൾ നിങ്ങൾ ആ രംഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ. അതുപോലെ ഫീമെയിലിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേര് ട്യൂബെക്ടമി എന്നാണ്. അവിടെ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്ത് ടൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ട്യൂബെക്ടമി. നെക്സ്റ്റ്, give 2 examples of copper releasing IUD. നമുക്കറിയാം കോപ്പർ റിലീസിങ് IUD എന്ന് പറയുന്നതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കോപ്പർ T, കോപ്പർ 7 ആൻഡ് മൾട്ടി ലോഡ് 375. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. നമ്മളിപ്പോ 3 എഴുതി, 2 ചോദിച്ചിട്ടുള്ളൂ, ഞാൻ 3 എഴുതി. നമുക്ക് 3 പഠിക്കാനുള്ളത് അല്ലേ, അതുകൊണ്ട് ഞാൻ 3 എഴുതിയെന്ന് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. First menstruation in a female begins at puberty and is called. ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസത്തിന് നമ്മൾ വിളിക്കുന്ന പേര് മെനാർക്ക് എന്നാണ് അല്ലെ. ഫസ്റ്റ് ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ, അതിനെയാണ് മെനാർക്ക് എന്ന് വിളിക്കുന്നത്. എക്സ്പാൻഡ് ദ ടേം IUD. IUDയുടെ ഫുൾ ഫോം ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഓക്കെ, അതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ IUD. യൂട്രസിനകത്ത് പ്ലേസ് ചെയ്യുന്ന ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്ന പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ് IUDകൾ. അതിന്റെ ക്ലാസിഫിക്കേഷൻ നല്ലോണം പഠിച്ചിരിക്കണം. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് നോൺ മെഡിക്കേറ്റഡ് IUD ലൈക്ക് ലിപ്പീസ് ലൂപ്പ്, then hormone releasing IUD like progestasert and LNG20, and copper releasing IUD. അപ്പൊ ആ കോപ്പർ അയോൺസിന് സ്പെഷ്യൽ ആക്ഷൻ കൂടിയുണ്ട്. അയാൾ സ്പെർമിന്റെ മോട്ടിലിറ്റി, ചലനശേഷി ഇല്ലാതെയാക്കും എന്നുള്ളത്. അപ്പൊ അതുകൂടി ഓർത്തിരിക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് IUD is very very important. നെക്സ്റ്റ്, നമ്മുടെ സ്പെർം ആളുടെ സ്ട്രക്ചർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതിൽ ABC അടയാളപ്പെടുത്താനാണ്. A എന്ന് പറയുന്നത് അക്രമം കാണിക്കുന്ന അക്രോസോമാണ്. B എന്ന് പറയുന്നത് മിഡിൽ പീസ് ആണ്. ആൻഡ് C എന്ന് പറയുന്നത് ടെയിൽ ആണ്. ബാക്കി ഭാഗങ്ങൾ അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോ നമുക്ക് അതിനകത്ത് വേറെ പണിയൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഇതാ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗ്രാഫ് ഗിവൺ ബിലോ ഷോസ് ദ ഒവേറിയൻ ഈവൻസ് ആൻഡ് ഒവേറിയൻ ഹോർമോൺ ലെവൽസ് ഡ്യൂറിംഗ് മെൻസ്ട്രൽ സൈക്കിൾ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നെയിം ദ ഹോർമോൺസ് A ആൻഡ് B. ഇതിൽ A ആരാണ്, B ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാം 14ാമത്തെ ദിവസത്തിന് ശേഷം ഇൻക്രീസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇവിടെ A എന്ന് തന്നിരിക്കുന്നത്. അതുകൊണ്ട് A എന്ന് പറയുന്നത് പ്രൊജസ്റ്ററോൺ ആണ്. ആൻഡ് B എന്ന് പറയുന്നത് 2 മല പോലെ ഇരിക്കുന്ന ഹോർമോണാണ്. അപ്പൊ മല പോലെ ഇരുന്നാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈസ്ട്രജൻ. അപ്പോൾ B എന്ന് പറയുന്നത് ഈസ്ട്രജൻ ആണ്. അടുത്ത ചോദ്യം, റൈറ്റ് ദ ഒവേറിയൻ ഈവൻസ് ഡ്യൂറിംഗ് ലൂട്ടിയൽ ഫേസ്. ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത് 14 മുതൽ 28, 29 ദിവസം വരെയുള്ള ആ ലാസ്റ്റ് ഫേസ് ആണ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ലൂട്ടിയം, അതെ കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ്ഡ് ആകുന്നത്. അത് പ്രൊജസ്ട്രോൺ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഡീജനറേറ്റ് ചെയ്ത് പോകും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹോർമോൺ ലെവൽ, ഏത് ഹോർമോൺ, പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് കുറയുകയും നെക്സ്റ്റ് സൈക്കിളിലേക്ക് അത് എൻ്റർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. മക്കളെ, ഇത്രയുമായിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്നായിട്ട് ഈ 2 ചാപ്റ്റേഴ്സും പഠിക്കുക. അപ്പോൾ അടുത്ത ലൈവില് നമുക്ക് കൂടുതൽ ടോപ്പിക്സും കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.